വാർത്താമഴ വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ വാർത്താ ദിനത്തിൽ പുറത്തുവന്ന വളരെ പ്രധാനപ്പെട്ട എല്ലാ വാർത്തകളിലൂടെയും ഇനിയുള്ള 1 മണിക്കൂർ സമയം നമ്മൾ കടന്നുപോകും. നിലമ്പൂരിൽ പോരാട്ട ചിത്രം തെളിഞ്ഞു, കളത്തിലിറങ്ങി മുന്നണികൾ. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ മുസ്ലിം ലീഗ് നേതൃയോഗത്തിൽ രൂക്ഷ വിമർശനം. വി ഡി സതീശൻ ധിക്കാരിയാണെന്നും പി വി അൻവർ വിഷയം വഷളാക്കിയത് പ്രതിപക്ഷ നേതാവിന്റെ പിടിവാശിയാണെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ വിമർശനത്തെ പിന്തുണച്ചു. ഇങ്ങനെ പോയാൽ മാറി ചിന്തിക്കേണ്ടി വരുമെന്നും യോഗത്തിൽ വിമർശനമുയർന്നു. ഇന്ന് മലപ്പുറത്ത് ചേർന്ന ലീഗ് യോഗത്തിലാണ് രൂക്ഷ വിമർശനം. ലീഗ് നേതാക്കളും നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള MLA-മാർ അടക്കമുള്ളവരുമാണ് യോഗത്തിൽ പങ്കെടുത്തത്. പി വി അൻവറിന്റെ മുന്നണി പ്രവേശനം മുടങ്ങിയതിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് കടുത്ത വിമർശനം. വി ഡി സതീശന് ധിക്കാരമെന്നും മുന്നണി മര്യാദ പാലിക്കുന്നില്ലെന്നും KM ഷാജി വിമർശിച്ചു. ലീഗ് മധ്യസ്ഥത വഹിച്ചാൽ പ്രശ്നം തീരുമെന്ന സ്ഥിതി ഇല്ലാതെയാക്കിയെന്നും അഭിപ്രായമുയർന്നു. പി വി അൻവറിനെ സഹകരിപ്പിക്കാമെന്ന UDF യോഗത്തിൽ തീരുമാനിച്ചിട്ടും വി ഡി സതീശൻ പ്രഖ്യാപനം നടത്തിയില്ല. സതീശന്റെ അനാവശ്യ പിടിവാശി വിഷയം വഷളാകാൻ കാരണമായെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. പി വി അൻവറുമായി ഇനി ചർച്ചയില്ലെന്ന് നേതൃത്വം നിലപാടെടുത്തിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ ചർച്ചയ്ക്ക് പോയത് നാണക്കേടുണ്ടാക്കി. PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ വിമർശനത്തെ പിന്തുണച്ചു. ഇങ്ങനെ പോയാൽ മാറി ചിന്തിക്കേണ്ടി വരുമെന്നും മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ വിളിക്കട്ടെ, ബാക്കി അപ്പോൾ പറയാമെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കോൺഗ്രസിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉപതെരഞ്ഞെടുപ്പിനെ മോശമായി ബാധിക്കുമെന്നും ലീഗ് നേതൃയോഗം വിലയിരുത്തി. പി വി അൻവറിനെതിരെയും വിമർശനമുണ്ടായി. ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ പി വി അൻവറിന്റെ പരസ്യ ഇടപെടൽ ശരിയായില്ല. അൻവർ VS ജോയിയുടെ പേര് പ്രഖ്യാപിക്കാൻ പാടില്ലായിരുന്നുവെന്നും വിമർശനം. പി വി അൻവർ മത്സരിച്ചാലും നിലമ്പൂരിൽ UDF-ന് വിജയസാധ്യതയുണ്ടെന്നും യോഗം വിലയിരുത്തി. 24 നിലമ്പൂർ. നിലമ്പൂരിലെ LDF കൺവെൻഷനിൽ പി വി അൻവറിനെ കടന്നാക്രമിച്ചും വികസന നേട്ടങ്ങൾ നിരത്തിയും മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഉപതെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കിയത് അൻവറിന്റെ വഞ്ചനയെന്ന് മുഖ്യമന്ത്രി തുറന്നടിച്ചു. കാട്ടുകള്ളൻ വീരപ്പൻ ചൂണ്ടിക്കാട്ടിയ മരമുറി നടന്നത് UDF ഭരണകാലത്താണെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു. LDF-ന്റെ മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പ്രചാരണ പരിപാടികൾ തുടങ്ങിയത്. സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ വിശദീകരിച്ച മുഖ്യമന്ത്രി തുടർഭരണത്തിന്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞു. UDF-നെ കാര്യമായി വിമർശിച്ച മുഖ്യമന്ത്രി അവരുടെ ഭരണകാലത്തെ അഴിമതി ചൂണ്ടിക്കാണിക്കാൻ കാട്ടുകള്ളൻ വീരപ്പന്റെ അഭിമുഖത്തിലെ പരാമർശം ഉദ്ധരിച്ചു. മാധ്യമപ്രവർത്തകൻ വീരപ്പനെ കാട്ടിൽ പോയി കണ്ട് വാർത്ത കേട്ടിരുന്നു. അപ്പോ വീരപ്പൻ ചോദിക്കുകയാണ്, നിങ്ങള് എന്നെക്കുറിച്ച് വല്ലാതെ വാർത്തകളൊക്കെ കൊടുക്കുകയാണല്ലോ, നമ്മുടെ ഒരു മന്ത്രി തന്നെ മരം മുറിക്കുന്നത് നേതൃത്വം കൊടുക്കുകയാണല്ലോ, എന്താ നിങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യാത്തത്? ആ കാലത്ത് ആ മന്ത്രിയുടെ സഹായിയായി മരം വെട്ടുന്നതിന് അവിടെ ചെന്നതാരാണ് എന്നും കാട്ടിലേക്ക് ചെന്നതാരാണ് എന്നും എല്ലാവർക്കും അറിയാവുന്നതാണ്. ന്യൂനപക്ഷ ദളിത് വിഭാഗങ്ങൾക്ക് നേരെ ഉയരുന്ന ഭീഷണി ചൂണ്ടിക്കാട്ടി സംഘപരിവാറിനെയും മുഖ്യമന്ത്രി വിമർശിച്ചു. ഏറ്റവും വലിയ വഞ്ചനയാണ് തെരഞ്ഞെടുപ്പിന് കാരണം എന്ന് വിമർശിച്ച മുഖ്യമന്ത്രി വാര്യംകുന്നനെ ചതിയിലൂടെ ഒറ്റുകൊടുത്ത ചരിത്ര സന്ദർഭം ഓർമ്മിപ്പിച്ച് അൻവറിനെ പരോക്ഷമായി കുറ്റപ്പെടുത്തി. ഐതിഹാസികമായ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തവരുടെ മണ്ണാണിത്. അതോടൊപ്പം തന്നെ വാര്യംകുന്നത്തിനെ പിടികൂടാൻ ഉപകരണമായി പ്രവർത്തിച്ച ചതി കാണിച്ച ആളുടെ മണ്ണും കൂടിയാണിത്. ഇപ്പൊ നമ്മളും ഒരു ചതിക്കിരയായാണ് ഇത്തരമൊരു തെരഞ്ഞെടുപ്പ് നേരിടേണ്ടി വന്നിട്ടുള്ളത്. പൊതുപ്രവർത്തനത്തിൽ ക്ലീൻ ഇമേജുള്ള നേതാവാണ് M സ്വരാജ്. സ്വരാജ് വിജയിച്ചു വരുന്നത് കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി അവസാനിപ്പിച്ചത്. LDF-ന് വലിയ വിജയം നൽകും എന്ന് തീരുമാനിച്ചവരോട് വോട്ട് ചോദിക്കുന്നത് ശരിയല്ലെന്ന് M സ്വരാജ്. കുതിരക്കച്ചവടമല്ല ജനാധിപത്യമെന്ന് നിലമ്പൂർ ഉറപ്പാക്കണമെന്നും M സ്വരാജ് പറഞ്ഞു. ദൃഢനിശ്ചയമെടുത്ത് ഒന്നിച്ചു കൂടിയവരോട് വീണ്ടും അങ്ങനെ അഭ്യർത്ഥിക്കുന്നത് അത്ര അത്യാവശ്യമുള്ള ഒരു കാര്യമല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ജനാധിപത്യം അർത്ഥപൂർണമാക്കാൻ കുതിരക്കച്ചവടത്തിന്റെയോ ഉപജാപങ്ങളുടെയോ മറുപേരല്ല ജനാധിപത്യം എന്നുറപ്പിക്കാൻ. ആവശ്യത്തിനനുസരിച്ച് വിവിധ സമുദായങ്ങളെ യൂസ് ആൻഡ് ത്രോ രീതിയിൽ ഉപയോഗിക്കാനുള്ള പിണറായി വിജയന്റെ കഴിവാണ് യഥാർത്ഥ വഞ്ചനയെന്ന് പി വി അൻവർ ഫേസ്ബുക്ക് പോസ്റ്റിൽ മുഖ്യമന്ത്രിക്ക് മറുപടി നൽകി. ടീം 24 നിലമ്പൂർ. പി വി അൻവർ കൂടി അങ്കത്തട്ടിലെത്തിയതോടെ ചതുഷ്കോണ പോരിനൊരുങ്ങി നിലമ്പൂർ. ഒരാഴ്ചയോളം നീണ്ടുനിന്ന നാടകീയ നീക്കങ്ങൾക്കൊടുവിലാണ് പി വി അൻവർ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. ഇരു സ്ഥാനാർത്ഥികളെയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെയും കടന്നാക്രമിക്കുന്നതായിരുന്നു അൻവറിന്റെ ഇന്നത്തെ വാർത്താ സമ്മേളനം. കേരളത്തിൽ നാളെ ഞങ്ങൾ ഈ പറയുന്ന നിലമ്പൂരിൽ
സ്ഥാനാർത്ഥിയായി നോമിനേഷൻ കൊടുക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതവും ആശീർവാദവും തേടുകയാണ്. തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി PV അൻവർ നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ഇനിയുള്ള 19 നാൾ പ്രചാരണം എങ്ങനെയായിരിക്കുമെന്നതിന്റെ ചൂണ്ടുപലകയായിരുന്നു അൻവറിന്റെ വാർത്താ സമ്മേളനം. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പിന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാരോപിച്ച അൻവർ സതീശന് ഹിറ്റ്ലറിസം എന്നും പറഞ്ഞു. കോൺഗ്രസിലെ ഉത്തരവാദിത്തപ്പെട്ട കാരണവന്മാരായി ഇന്ന് തിളങ്ങി നിൽക്കുന്ന മുല്ലപ്പള്ളി സാർ ഉൾപ്പെടെ AK ആന്റണി സാർ ഉൾപ്പെടെ സുധീരൻ സാർ ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കന്മാരെയും സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് ഞങ്ങൾ നേടും ഞാൻ തീരുമാനിക്കും. ഒരു ഹിറ്റ്ലറിന്റെ രൂപം നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഈ വ്യക്തിയിൽ? ഇന്നത്തെ ഈ അവസാനത്തെ ആ പ്രഖ്യാപനമൊക്കെ നിങ്ങൾ കണ്ടില്ലേ? വാതിലടച്ചു. ആര്യടൻ ഷൗക്കത്ത് വിജയിക്കില്ല. അതിനുള്ള കാരണങ്ങളായി ആരോപണങ്ങൾ ഉന്നയിച്ച അൻവർ സ്വരാജിനെതിരെയും കടുത്ത വിമർശനം ഉന്നയിച്ചു. അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം ബാധിക്കില്ലെന്നാണ് UDF നേതാക്കളുടെ പ്രതികരണം. ചർച്ചയുടെ വാതിലുകൾ അടഞ്ഞെന്നും നേതാക്കൾ. ഞങ്ങൾ ഒറ്റ കാര്യം പറഞ്ഞില്ല, ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കണം. ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിന്തുണച്ചാൽ UDFിലെ അസോസിയേറ്റ് മെമ്പറാകുന്ന കാര്യം ആലോചിക്കുക. ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്കെതിരെ ഇന്നും വന്ന് സംസാരിക്കുമ്പോൾ ഞങ്ങൾ ആ വാതിലടച്ചു. PV അൻവറിന്റേത് കോൺഗ്രസിന്റെ വിഷയമെന്നായിരുന്നു CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. LDFിനെ ബാധിക്കില്ലെന്ന് LDF സ്ഥാനാർത്ഥി സ്വരാജും പറഞ്ഞു. ഇരു മുന്നണികളെയും കടന്നാക്രമിച്ചുകൊണ്ടുള്ള പ്രചാരണത്തിൽ വോട്ടുകൾ നേടാമെന്ന കണക്കുകൂട്ടലിലാണ് PV അൻവർ ക്യാമ്പ്. ടീം 24 നിലമ്പൂർ. നിലമ്പൂരിൽ സജീവ പ്രചാരണം ആരംഭിച്ച് UDF. മണ്ഡലത്തിലെ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് തേടുകയാണ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത്. UDF ചരിത്ര ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് ആര്യാടൻ ഷൗക്കത്ത് 24നോട് പറഞ്ഞു. പത്രികാ സമർപ്പണത്തിന് പിന്നാലെ പ്രചാരണം ശക്തമാക്കുകയാണ് UDF. സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ ലഭിച്ച മുൻതൂക്കം തുടരുകയാണ് UDF ക്യാമ്പിന്റെ ലക്ഷ്യം. വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കുന്ന തിരക്കിലായിരുന്നു സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത്. ചരിത്ര ഭൂരിപക്ഷത്തിൽ UDF വിജയം ഉറപ്പെന്ന സ്ഥാനാർത്ഥി. ഒരു സംശയം വേണ്ട, അത് വലിയ ഭൂരിപക്ഷത്തിന് നിലമ്പൂർ, ഞാൻ പറഞ്ഞല്ലോ, വടക്ക് തൃക്കാക്കരയിലും അതുപോലെ തന്നെ പുതുപ്പള്ളിയിലും പാലക്കാടും 3 ഉപതെരഞ്ഞെടുപ്പുകളിൽ ആവർത്തിച്ചത് ആ ചരിത്ര വിജയമാണെങ്കിൽ നിലമ്പൂരിൽ അതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം നേടിക്കൊണ്ടുള്ള ഒരു വലിയ ചരിത്ര ഭൂരിപക്ഷം നിലമ്പൂരുണ്ടാവും. മണ്ഡലത്തിൽ സാഹചര്യം അനുകൂലമെന്നാണ് കോൺഗ്രസ് ക്യാമ്പിന്റെ വിലയിരുത്തൽ. അൻവറിന്റെ നിലപാട് വിജയത്തെ ബാധിക്കില്ലെന്ന ആത്മവിശ്വാസവും UDF ക്യാമ്പിനുണ്ട്. UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളിപ്പോൾ അവിടെ LDF UDF മത്സരമാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ UDFിൻ്റെ സ്ഥാനാർത്ഥിയെ ആര്യാടൻ ഷൗക്കത്തിനെ വിജയിപ്പിക്കാനുള്ള സ്ട്രാറ്റജീസ് പ്ലാൻ ചെയ്യാൻ വേണ്ടി ഭാരവാഹികൾ, ചുമതലയുള്ളവർ, MLAമാർ എല്ലാവരുടെയും യോഗം ഞങ്ങൾ വിളിച്ചിരിക്കുകയാണ്. വേറെ ഒരു അജണ്ടയില്ല. നാളെയാണ് UDFിന്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ. UDFിന്റെ പ്രധാന നേതാക്കൾ നേരിട്ടാണ് നിലമ്പൂരിൽ പ്രചാരണം ഏകോപിപ്പിക്കുന്നത്. ടീം 24 നിലമ്പൂർ. UDF ബന്ധമില്ലെന്ന് പ്രഖ്യാപിച്ച PV അൻവറുമായി കൂടിക്കാഴ്ച നടത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പരസ്യമായി തള്ളി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കൂടിക്കാഴ്ച തെറ്റെന്നും അനുനയത്തിന് ജൂനിയർ MLAയെ ചുമതലപ്പെടുത്തുമോ എന്നും VD സതീശൻ ചോദിച്ചു. മത്സരിക്കുമെന്ന് അൻവർ പ്രഖ്യാപിച്ചതിന് പിന്നാലെയുള്ള കൂടിക്കാഴ്ച ഗതികേട് എന്നാണ് LDFിന്റെ പരിഹാസം. UDFിലേക്ക് ഞാനില്ല. VD സതീശൻ നയിക്കുന്ന UDFിലേക്ക് ഇല്ലെന്നായിരുന്നു ഇന്നലെ രാവിലെ PV അൻവറിന്റെ പ്രഖ്യാപനം. ഇതിന് പിന്നാലെ രാത്രിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA PV അൻവറിനെ വീട്ടിലെത്തി കണ്ടതാണ് രാഷ്ട്രീയ വിവാദമായി മാറിയത്. അൻവറുമായുള്ള ചർച്ചയുടെ വാതിൽ അടഞ്ഞെന്ന് UDF നേതാക്കൾ പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള രാഹുലിന്റെ കൂടിക്കാഴ്ചയിൽ നേതാക്കൾക്ക് എതിർപ്പുണ്ട്. കൂടിക്കാഴ്ച തെറ്റെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഞങ്ങൾ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. മാത്രമല്ല, ജൂനിയർ ആയിട്ടുള്ള ഒരു MLA ആണോ ചുമതലപ്പെടുന്നത്? അദ്ദേഹം തന്നെ പോയതാണ്. അദ്ദേഹം പോയത് തെറ്റാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. പോകാൻ പാടില്ലായിരുന്നു. അൻവറുമായി കൂടിക്കാഴ്ച നടത്താൻ കോൺഗ്രസോ UDFോ രാഹുലിനെ ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും UDF കൺവീനർ അടൂർ പ്രകാശും ഉൾപ്പെടെയുള്ള നേതാക്കൾ വ്യക്തമാക്കി. പിണറായിസത്തിനെതിരെയുള്ള പോരാട്ടത്തിന്റെ ട്രാക്ക് മാറരുതെന്ന് പറയാനായിരുന്നു കൂടിക്കാഴ്ചയെന്ന് ആദ്യം ന്യായീകരിച്ച രാഹുൽ നേതാക്കളുടെ എതിർപ്പിന് പിന്നാലെ നിലപാട് മാറ്റി. നേതൃത്വത്തിന് അത് തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അത് തെറ്റാണ്. കോൺഗ്രസ് നേതൃത്വം എന്നോട് അത് തെറ്റാണെന്ന് പറഞ്ഞാൽ അവർക്കാണല്ലോ കുറെ കൂടെ. ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ എന്നേക്കാൾ വളരെ പരിണിതപ്രജ്ഞരായിട്ടുള്ള ആളുകളാണല്ലോ ഇതിന്റെ നേതൃത്വം, അല്ലേ? ഇപ്പൊ നേതൃത്വം, ഇപ്പൊ പാർട്ടി എന്നോട് പറയുകയാണ് ചെയ്ത് തെറ്റാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങോട്ട് മാറിയതല്ല.
ഞാനാണ് ശരി എന്നാണ് പറയുന്നത്. പാർട്ടി പറയുന്നതാണ് ശരി. മത്സരിക്കുമെന്ന് PV അൻവർ വ്യക്തമാക്കിയതിന് പിന്നാലെ രാത്രി നടത്തിയ കൂടിക്കാഴ്ച കാലുപിടിക്കാനാണെന്ന് LDF പരിഹാസം. UDFന്റെ ഗതികേടെന്ന് LDF സ്ഥാനാർത്ഥി M സ്വരാജ്. കാലു പിടിക്കുന്നു എന്നത് ഇപ്പോ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുകയാണ്. UDFന് സംഭവിച്ച അനിവാര്യമായ ഒരു അപകടമാണ്. ഇന്നലെ രാത്രി PV അൻവറിന്റെ വീട്ടിലെത്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കൂടിക്കാഴ്ച. 1 മണിക്കൂറോളം ഈ കൂടിക്കാഴ്ച നീണ്ടുനിന്നു. ടീം 24 നിലമ്പൂർ. അനിശ്ചിതത്വങ്ങൾക്കിടെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് BJP. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നേതാവും നിലമ്പൂർ സ്വദേശിയുമായ അഡ്വക്കേറ്റ് മോഹൻ ജോർജാണ് NDA സ്ഥാനാർത്ഥി. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ശേഷമാണ് മോഹൻ ജോർജ് BJPയിൽ അംഗത്വമെടുത്തത്. നിലമ്പൂരിൽ മത്സരിക്കേണ്ട എന്ന അഭിപ്രായം BJPക്കും BDJSനും ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് സർപ്രൈസ് സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് മോഹൻ ജോർജിനെ ദേശീയ നേതൃത്വം പ്രഖ്യാപിച്ചത്. 4 പതിറ്റാണ്ടായി വിവിധ കേരള കോൺഗ്രസ് പാർട്ടികളിൽ പ്രവർത്തിച്ച മോഹൻ ജോർജ് BJPയിൽ അംഗത്വമെടുത്തതും സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ്. രാവിലെ സ്ഥാനാർത്ഥിത്വം, ഉച്ചയ്ക്ക് ശേഷം പാർട്ടി അംഗത്വം. വളരെ പോസിറ്റീവാണ് കാണുന്നത്. BJP ഒരു വലിയ പാർട്ടിയാണ്. ആ പാർട്ടി വളരെയേറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു ഉറച്ച തീരുമാനം എടുത്താണ്. കുറേയധികം പേര് വരും, വളരെയേറെ പേര് വരും. ഒരു സംശയവുമില്ല, വളരെയേറെ പേര് വരും. അതൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് ഭാവിയിൽ തെളിയിച്ചു തരാം. നിലമ്പൂർ ചുങ്കത്തറ സ്വദേശിയായ മോഹൻ ജോർജ് നിലമ്പൂർ കോടതിയിലെ അഭിഭാഷകനാണ്. ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള ആളെന്നതും മോഹൻ ജോർജിനെ പരിഗണിക്കാൻ കാരണമായി. മോഹൻ ജോർജ് പാർട്ടിയെ നിർണായക ഘട്ടത്തിൽ ഒറ്റിയെന്ന് കേരള കോൺഗ്രസ് ജോസഫ് മലപ്പുറം ജില്ലാ ഘടകം കുറ്റപ്പെടുത്തി. എന്നാൽ പാർട്ടിയുമായി മോഹൻ ജോർജിന് ബന്ധമില്ല എന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ പ്രതികരണം. ഈ നിമിഷം വരെ PJ ജോസഫ് നയിക്കുന്ന കേരള കോൺഗ്രസ് പാർട്ടിയുടെ പാർട്ടി മെമ്പർഷിപ്പ് അദ്ദേഹത്തിന് ഞങ്ങൾ കൊടുത്തിട്ടില്ല. അതേ മെമ്പർഷിപ്പ് സ്വീകരിച്ചിട്ടുമില്ല. പാർട്ടി മെമ്പർഷിപ്പ് കൊടുക്കാത്ത ഒരാളിന് എങ്ങനെയാണ് പിന്നെ പാർട്ടി സ്ഥാനം കൊടുക്കുന്നത്? BJPക്ക് UDF ഡെപ്യൂട്ടേഷനിൽ നൽകിയ സ്ഥാനാർത്ഥിയാണ് മോഹൻ ജോർജ് എന്ന് കേരള കോൺഗ്രസ് M പരിഹസിച്ചു. 24 നിലമ്പൂർ. തൃശൂർ മരോട്ടിച്ചാൽ വല്ലൂരിൽ ബസ്സും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. മരോട്ടിച്ചാലിൽ നിന്ന് തൃശൂരിലേക്ക് പോയിരുന്ന അനാർക്കലി ബസ്സിൽ എതിരെ വന്ന പിക്കപ്പ് വാൻ ഇടിക്കുകയായിരുന്നു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിലേക്ക് ആദ്യം. സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, എപ്പോഴാണ് ഈ സംഭവം? ഈ പരിക്കേറ്റവരുടെ ആരോഗ്യനില എങ്ങനെയുണ്ട് സൂരജ്? TK 3 പേർക്ക് പരിക്കേറ്റ അപകടത്തിന്റെ CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇന്ന് രാവിലെ ആയിരുന്നു ഈ തൃശൂർ മരോട്ടിച്ചാൽ വല്ലൂരിൽ വെച്ച ബസ്സും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ചത്. ഇതിൽ ബസ് ഡ്രൈവറായ കല്ലൂർ സ്വദേശി ജിതേഷിനും അതോടൊപ്പം തന്നെ 2 യാത്രക്കാർക്കുമാണ് പരിക്കേറ്റത്. ഇവർക്ക് പ്രാഥമിക ചികിത്സ നൽകി വിട്ടയക്കുകയും ചെയ്തു. ഇവരുടെ പരിക്ക് ഗുരുതരമായിരുന്നില്ല. ഇറച്ചി കയറ്റി വന്ന പിക്കപ്പ് വാനാണ് ഈ നേരെ വരികയായിരുന്ന ബസ്സിന് ഇടിച്ച് ഈ ബസ്സും ഈ പിക്കപ്പ് വാനും കൂട്ടിയിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എതിർദിശയിൽ അമിത വേഗത്തിലായിരുന്നു ഈ പിക്കപ്പ് വാൻ എന്നുള്ളതാണ് പറയുന്നത്. പിന്നീട് ഈ 2 വാഹനങ്ങളും അപകടത്തിൽപ്പെട്ടതിനെ തുടർന്ന് ഈ മേഖലയിൽ ഏറെ നേരം ഗതാഗത തടസ്സമുണ്ടായി. പക്ഷേ അവിടെ നിന്ന് ഈ അപകടം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ അവിടെ നിന്ന് കടന്നു കളഞ്ഞ ഡ്രൈവറും പിക്കപ്പ് വാൻ ക്ലീനറും തിരിച്ചെത്താത്തതിനെ തുടർന്ന് വൈകുന്നേരമായിട്ടും ഈ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ സാധിച്ചിരുന്നില്ല. കാരണം ഈ 2 വാഹനങ്ങൾ മാറ്റാൻ സാധിക്കാത്ത ഉണ്ടായിരുന്നത്. പിന്നെ രാത്രിയോടുകൂടിയാണ് ഈ വാഹനങ്ങൾ ഇവിടെ നിന്ന് മാറ്റി ഈ ഗതാഗതം പുനഃസ്ഥാപിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒല്ലൂർ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ബസ് ജീവനക്കാരുടെ പരാതിയിൽ. TK ശരി, തൃശൂർ മരോട്ടിച്ചാലിലാണ് അപകടമുണ്ടായത്. 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. സൂരജ് സജി വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. പ്രളയകാലത്ത് കേരളത്തിന് വിദേശ സഹായത്തിന് അനുമതി നൽകാതിരുന്ന കേന്ദ്ര സർക്കാർ മഹാരാഷ്ട്രയ്ക്ക് വിദേശ ഫണ്ട് സ്വീകരിക്കാൻ അനുമതി നൽകിയതിൽ വിവാദം. കേന്ദ്ര സർക്കാരിന് രാഷ്ട്രീയ വേർതിരിവെന്ന് കുറ്റപ്പെടുത്തി സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാൽ രംഗത്തെത്തി. സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രവിഹിതം വിഭജിക്കുമ്പോഴും ഈ വിവേചനം ഉണ്ടെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി കുറ്റപ്പെടുത്തി. കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധം തുടരുന്ന സംസ്ഥാന സർക്കാർ വിമർശനത്തിന് പിന്നാലെയാണ് പുതിയ തീരുമാനം വിവാദമാകുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വിദേശ സഹായം സ്വീകരിക്കാനാണ് മഹാരാഷ്ട്രയ്ക്ക് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത്. ആദ്യമായാണ് FCRI ആക്ട് പ്രകാരം ഒരു സംസ്ഥാനത്തിന് അനുമതി ലഭിക്കുന്നത്. പ്രതിസന്ധി കാലങ്ങളിൽ കേരളം പലകുറി വിദേശ സഹായം സ്വീകരിക്കാൻ അനുമതി തേടിയെങ്കിലും കേന്ദ്രം തള്ളി. 2 സംസ്ഥാനങ്ങൾക്ക് 2 നീതി എന്ന കേന്ദ്ര നിലപാടിൽ രൂക്ഷ വിമർശനവുമായി KN ബാലഗോപാൽ രംഗത്തെത്തി. വളരെ വലിയ ദുരിതം വരുന്ന ഘട്ടത്തിൽ പോലും സംസ്ഥാനങ്ങളെ വ്യത്യസ്തമായി കാണുന്ന ഒരു സമീപനം ഉണ്ടെന്നുള്ള സംശയം കേരളീയർക്ക് തോന്നിയാൽ
അല്ലെങ്കിൽ മറ്റൊരു സംസ്ഥാനത്ത് തോന്നിയാൽ അത് അത്ഭുതമില്ല. ദുരിതവുമല്ല അവരുടെ മാനദണ്ഡം, മറിച്ച് രാഷ്ട്രീയമാണ് മാനദണ്ഡം എന്ന് വരുന്നത് ഭരണാധികാരികൾക്ക് ചേരുന്നതല്ല, കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധത്തിന് ചേരുന്നതല്ല. കേന്ദ്രത്തിന്റെ തീരുമാനം സംസ്കാരശൂന്യമെന്ന CPIM ജനറൽ സെക്രട്ടറി MA ബേബി. സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ഫണ്ട് വിഹിതം വിഭജിക്കുമ്പോഴും പ്രതിപക്ഷ സംസ്ഥാനങ്ങളോടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന കേരളത്തോടുമെല്ലാം കൊടിയ വിവേചനമാണ് കേന്ദ്ര ഗവൺമെൻറ് കാണിച്ചിട്ടുള്ളത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിവേചനപരമായ ജനാധിപത്യ വിരുദ്ധമായ സംസ്കാരശൂന്യമായ എന്ന് തന്നെ ഞാൻ പറയും സമീപനമാണ് ഇതിലൂടെ വെളിപ്പെടുന്നത്. പ്രളയാനന്തര പുനർനിർമ്മാണത്തിന് UAE സർക്കാർ 700 കോടി രൂപയായിരുന്നു കേരളത്തിന് വാഗ്ദാനം ചെയ്തത്. കേന്ദ്രം അനുമതി നിഷേധിച്ചതോടെ പണം സ്വീകരിക്കാനായില്ല. കേരളത്തോടുള്ള അവഗണന സജീവ ചർച്ചയാക്കുകയാണ് CPIM. 24 തിരുവനന്തപുരം. വാർത്താമഴ വീണ്ടും റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വൻ കഞ്ചാവ് വേട്ട. 10 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവുമായി 2 വിദ്യാർത്ഥികൾ പിടിയിലായി. ബാങ്കോക്കിൽ നിന്നെത്തിയ യാത്രക്കാരിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഉമേഷ്, ഈ 10 കോടി രൂപ വരുന്ന ഹൈബ്രിഡ് കഞ്ചാവ് എന്ന് പറയുമ്പോൾ വലിയ ലഹരി വേട്ടയാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് എവിടെയുള്ള വിദ്യാർത്ഥികളാണ്? എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ? ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെ ഉമേഷ്? വിദ്യാർത്ഥികളുടെ ഐഡന്റിറ്റികൾ സംബന്ധിച്ചുള്ള വിവരങ്ങളൊന്നും ഇപ്പോൾ കസ്റ്റംസ് പുറത്തുവിട്ടിട്ടില്ല. അല്പം മുൻപാണ് കസ്റ്റംസ് വാർത്താക്കുറിപ്പിലൂടെ ഇക്കാര്യം അറിയിച്ചത്. അതായത് 10 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവുമായി 2 പേർ പിടിയിലായിരിക്കുന്നു. 2 വിദ്യാർത്ഥികളാണ് ഇവർ. ഒരാൾ 23 വയസ്സുള്ള യുവാവും ഒരാൾ 21 വയസ്സുള്ള പെൺകുട്ടിയുമാണ്. ഇവർ ബാങ്കോക്കിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്ന വിമാനത്തിൽ നിന്നായിരുന്നു ഇവർ പുറത്തേക്ക് ഇറങ്ങിയത്. പാഴ്സലുകളിലാക്കി ഏകദേശം 8 പാഴ്സലുകൾ ആക്കി മാറ്റിയ രീതിയിലായിരുന്നു ഈ കഞ്ചാവ്. കസ്റ്റംസ് നടത്തിയ വിശദമായ പരിശോധനയിലാണ് ഇവരെ പിടികൂടാനായത്. എന്തായാലും ഈ സമീപകാലത്ത് നടത്തിയ ഏറ്റവും വലിയ കഞ്ചാവ് വേട്ടകളിൽ ഒന്ന് തന്നെയാണ് ഈ 10 കോടി രൂപയുടെ കഞ്ചാവ് കസ്റ്റംസ് പിടികൂടിയിരിക്കുന്നത്. കാരണം കസ്റ്റംസ് നേരത്തെ എല്ലാം ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയിരുന്നെങ്കിലും ഇത്രത്തോളം വലിയ വില, പ്രത്യേകിച്ച് പ്രാദേശിക വിപണിയിൽ ഇത്രത്തോളം വലിയ വിലയുള്ള ഹൈബ്രിഡ് കഞ്ചാവുകൾ പിടിക്കുന്നത് ഇത് ആദ്യമാണ്. നേരത്തെ എല്ലാം കരിപ്പൂരിലും എറണാകുളത്തും എല്ലാം ഏകദേശം 3 കോടിയുടെയും 9 കോടിയുടെയും വരെ ഹൈബ്രിഡ് കഞ്ചാവുകളാണ് പിടികൂടിയത്. എന്തായാലും വിശദമായ പരിശോധനയിൽ കസ്റ്റംസ് പിടികൂടിയിരിക്കുന്നു. 2 പേർ ഇപ്പോൾ കസ്റ്റംസിന്റെ കസ്റ്റഡിയിലുണ്ട്. തുടർ നടപടികളിലേക്ക് കസ്റ്റംസ് ഉടൻ കടക്കും. ഉമേഷ്, ഈ വലിയ ലഹരി വേട്ടയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ വിദ്യാർത്ഥികളുടെ ഐഡന്റിറ്റി സംബന്ധിച്ച് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല എന്നാണ് മനസ്സിലാവുന്നത്. അത് പങ്കുവെക്കാൻ കസ്റ്റംസ് തയ്യാറാവുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു. ഇവരിത് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്നതായിരിക്കാം. എവിടേക്ക് കൊണ്ടുപോകുന്നു, എവിടെ നിന്ന് എത്തിച്ചു, അങ്ങനെയുള്ള വിവരങ്ങളിലൊക്കെ കസ്റ്റംസിന്റെ ഭാഗത്തുനിന്നൊരു വിശദീകരണം ഉണ്ടാവുന്നുണ്ടോ ഉമേഷ് ബാലകൃഷ്ണൻ? നിലവിൽ കസ്റ്റംസ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും കൈമാറുന്നില്ല. ഇതിൽ ഔദ്യോഗികമായി ഇത്തരം വിവരങ്ങൾ കൈമാറുന്നില്ല. അനൗദ്യോഗികമായി വിരിക്കുന്ന വിവരപ്രകാരം ഇവർ പ്രാദേശിക വിപണിയിൽ ഇത് വിൽക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ കൊണ്ടുവന്നതാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. സ്വാഭാവികമായി വിവിധ ബ്രാൻഡുകളിലുള്ള വിവിധ ഗുണനിലവാരത്തിലുള്ള കഞ്ചാവുകൾ ഉണ്ട്. അതായത് വിവിധ രീതിയിലുള്ള പല നിറത്തിലുള്ള ഈ ഹൈബ്രിഡ് നിറങ്ങൾ മാറി, അതായത് വിവിധ ക്വാളിറ്റി ഗ്രേഡിലുള്ള കഞ്ചാവുകളുണ്ട് എന്നാണ് പറയുന്നത്. എല്ലാം വിവിധ ബോക്സുകളിൽ, അതായത് വിവിധ ബോക്സുകളിൽ എയർ ടൈറ്റ് ചെയ്ത് സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. അവർ പാഴ്സലുകൾ എന്ന രൂപേണ കൊണ്ടുവരികയാണുണ്ടായത്. ഇവയാണ് പിടിച്ചിരിക്കുന്നത്. എന്തായാലും ഇത് പ്രാദേശിക വിപണിയിൽ വിൽപ്പന നടത്തും മുൻപ് ഇത്തരത്തിൽ കേസുകളിൽ ഉള്ളവരാണോ എന്നുള്ള അന്വേഷണത്തിൽ നിന്നും കൃത്യമായ മറുപടി കസ്റ്റംസിന് ലഭിച്ചിട്ടില്ല. ബാക്കിയെല്ലാം കസ്റ്റംസ് പരിശോധിക്കുകയാണ്. എന്തായാലും തുടർ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും. ഇവരുടെ മുൻകാല ചരിത്രമടക്കം പരിശോധിക്കും. എന്തായാലും നിലവിൽ ഏറ്റവും സുപ്രധാനം 2 വിദ്യാർത്ഥികളാണ് എന്നുള്ളതാണ്. 2 പേരും വളരെ ചെറുപ്പക്കാരാണ്. ഒരാൾ 23 വയസ്സുള്ള യുവാവും ഒരാൾ 21 വയസ്സുള്ള പെൺകുട്ടിയുമാണ് എന്നുള്ളതാണ്. എന്തായാലും ബാങ്കോക്കിൽ നിന്ന് സിംഗപ്പൂർ വഴി തിരുവനന്തപുരത്തേക്ക് എത്തിയ വിമാനത്തിലാണ് ഈ വൻ ഹൈബ്രിഡ് കഞ്ചാവ് വേട്ട നടന്നിരിക്കുന്നത്. ശരി, ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വലിയ വൻതോതിലുള്ള ഹൈബ്രിഡ് കഞ്ചാവ് വേട്ട ഉണ്ടായിരിക്കുന്നു. 10 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവുമായി 2 വിദ്യാർത്ഥികളാണ് പിടിയിലായിരിക്കുന്നത്. പാലക്കാട് വാണിയംകുളം പാതിപാറയിൽ കാറിടിച്ച് കാൽനട യാത്രക്കാരൻ മരിച്ചു. പനമണ്ണ ഐക്യത്തിൽ വീട്ടിൽ ശശികുമാറാണ് മരിച്ചത്. ശ്രീകുമാരൻ വിവരങ്ങളുമായി പാലക്കാട്ട് നിന്ന് ചേരുന്നുണ്ട്. വിവരങ്ങൾ ഈ ആലിൻ ചുവട്ടിലെ സ്വന്തം ഫാബ്രിക്കേഷൻ സ്ഥാപനം അത് അടച്ച് ക്ലോസ് ചെയ്ത് ഷട്ടർ അടച്ച് പുറത്തേക്ക് റോഡ് ക്രോസ് ചെയ്ത് ഇറങ്ങിയതായിരുന്നു. അപ്പോഴാണ് വേഗതയിൽ ഒരു കാർ വന്ന് ഇടിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ശശികുമാറിന് 64 വയസ്സുണ്ട്. അദ്ദേഹം ആ മേഖലയിലെ സ്ഥിരം ഒരു ഫാബ്രിക്കേഷനൊക്കെ ആയി ജീവിക്കുന്ന മനുഷ്യനാണ്. എന്തായാലും ഇദ്ദേഹം ആശുപത്രിയിൽ എത്തിച്ചു. പെട്ടെന്ന് തന്നെ പാണിയംകുളത്തെ PK ദാസ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പക്ഷെ അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. എന്തായാലും മൃതദേഹം മറ്റു നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ച ശേഷം
ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പനമണ്ണ ഐക്യത്തിൽ വീട്ടിൽ ശശികുമാർ എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. എന്തായാലും മറ്റു നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ശ്രീകുമാരൻ പാലക്കാട്ട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. വേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ വലിയ മാറ്റങ്ങളാണ് വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. പ്രവൃത്തി സമയം വർദ്ധിപ്പിക്കുക, സിലബസിന് പുറമെയുള്ള വിഷയങ്ങൾ പഠിപ്പിക്കുക, സ്കൂളുകളിൽ പരാതിപ്പെട്ടി സ്ഥാപിക്കുക തുടങ്ങി നിരവധി മാറ്റങ്ങളോടെയായിരിക്കും തുടക്കം. മുൻവർഷങ്ങളിൽ പരാതി ഉയർന്ന സാഹചര്യത്തിൽ +1 സീറ്റ് അധികമാക്കും. മലപ്പുറത്തും അധിക സീറ്റുകളുണ്ടാകും. ഇന്നത്തെ കണക്കോട്ടിലനുസരിച്ച് +1 സീറ്റിന് ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയില്ല, മിച്ചം വരെയുള്ളൂ. ചില ജില്ലകളിൽ കൂടുതൽ മിച്ചം വരും. ഫസ്റ്റ് അലോട്ട്മെന്റ് തന്നെ ഇപ്പോഴും ഒന്നും ഒരു പരാതിയും കേട്ടില്ലല്ലോ, ഒന്നുമില്ല. ആദ്യമേ തന്നെ നമ്മൾ വർദ്ധിപ്പിച്ച ബാച്ചിൻ്റെ സീറ്റിൻ്റെ എണ്ണം വച്ചുകൊണ്ട് തന്നെ ഇത് ഇട്ടു, നമ്മൾ അതിൻ്റെ സീനിയോറിറ്റി ഇട്ടു. മലപ്പുറം ജില്ലയിൽ തന്നെ സീറ്റ് മിച്ചമാണ് ഇപ്പോഴത്തെ കണക്കനുസരിച്ച്. അപകടങ്ങൾ മുന്നിൽ കണ്ട് സ്കൂൾ കെട്ടിടങ്ങൾക്കും സ്കൂൾ ബസ്സുകൾക്കും ഫിറ്റ്നസ് നിർബന്ധമാക്കി. സ്കൂൾ ബസ് ഡ്രൈവർമാർക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും മെഡിക്കൽ വെരിഫിക്കേഷനും നിർബന്ധം. സ്കൂൾ ബസ്സിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, സ്കൂളിൻ്റെ ഫിറ്റ്നസ് വേണം, ഡ്രൈവർമാരുടെ മെഡിക്കൽ പോലീസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് വേണം. അക്കാര്യങ്ങളിലാണ് നമ്മൾ ഏതാണ്ട് 100ഓളം വരുന്ന കാര്യങ്ങൾ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അത് എല്ലാ സ്കൂളിൽ നിന്ന് ടിക്ക് ചെയ്ത് DOമാർ EIOമാർ മുഖാന്തരം വാങ്ങുകയാണ്. നാളെ സ്കൂൾ തുറക്കുമ്പോൾ പ്രവൃത്തി സമയവും കൂടും. അരമണിക്കൂർ വർദ്ധിച്ച് രാവിലെ 9:45 മുതൽ വൈകിട്ട് 4:15 വരെയാണ് പ്രവൃത്തി സമയം. 44 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളെയാണ് ഇത്തവണ പുതുതായി സ്കൂളിലേക്ക് പ്രതീക്ഷിക്കുന്നത്. പാഠപുസ്തകങ്ങൾക്കപ്പുറത്ത് സാമൂഹിക വിഷയങ്ങളും വ്യക്തിത്വ വികസനത്തിനുള്ള ക്ലാസുകളുമായിരിക്കും വിദ്യാർത്ഥികൾക്ക് ആദ്യം നൽകുക. 24 തിരുവനന്തപുരം. ലഹരിക്കും അക്രമത്തിനുമെതിരെ 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർ നടത്തിയ SKN40 കേരള യാത്രയിലെ കണ്ടെത്തലുകൾ ഞെട്ടിപ്പിക്കുന്നതെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. ലഹരി വ്യാപനം വിദ്യാർത്ഥികളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും കേന്ദ്രീകരിച്ചാണെന്നതാണ് പ്രധാന കണ്ടെത്തൽ. സ്കൂൾ തുറക്കുമ്പോൾ തന്നെ ലഹരിക്കെതിരെ കുട്ടികൾക്കിടയിൽ ബോധവൽക്കരണം നടത്തുമെന്ന് മന്ത്രി 24നോട് പറഞ്ഞു. ലഹരിക്കും അക്രമങ്ങൾക്കുമെതിരെ 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർ നടത്തിയ കേരള യാത്രയ്ക്കൊപ്പം ലഹരി സംഘങ്ങളെക്കുറിച്ച് വിശദമായ പഠനവും നടത്തിയിരുന്നു. ഈ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്കും പൊതുവിദ്യാഭ്യാസ മന്ത്രിക്കും കൈമാറി. സ്കൂൾ പരിസരങ്ങൾ കേന്ദ്രീകരിച്ച ലഹരി മാഫിയ ശക്തമാകുന്നുവെന്ന റിപ്പോർട്ട് ഞെട്ടിക്കുന്നതാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. ശ്രീകണ്ഠൻ നായരുടെ ഒരു യാത്ര ഉണ്ടായിരുന്നില്ല, ലഹരിക്കെതിരായിട്ടുള്ള മുന്നേറ്റം. അത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ ജില്ലകളിലും നല്ല വരവേൽപ്പാണ് ലഭിച്ചത്. അദ്ദേഹത്തിന് കുറേ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ വിവരങ്ങളും അദ്ദേഹം തയ്യാറാക്കിയ റിപ്പോർട്ടിൻ്റെ ഒരു കോപ്പി എനിക്ക് നൽകിയിരുന്നു. ആ വിവരങ്ങളിൽ നല്ലൊരു ശതമാനം സ്കൂൾ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ്. നമ്മൾ ഒരുപക്ഷെ കേട്ടാൽ ഞെട്ടുന്ന വിവരങ്ങളാണ് ഉള്ളത്. പലപ്പോഴും രക്ഷിതാക്കൾ ഇക്കാര്യങ്ങൾ വിശ്വസിക്കാറില്ല. ഇത്തവണ സ്കൂൾ തുറക്കുമ്പോൾ തന്നെ ലഹരിക്കെതിരെ ബോധവൽക്കരണത്തിനായി പ്രത്യേക പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയെന്നും മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. നമ്മുടെ രക്ഷകർത്താക്കളാണെങ്കിലും പറഞ്ഞാൽ സമ്മതിക്കുകയില്ല. നിങ്ങളുടെ മകൻ ഇതിനടിമയാണ് എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ലെന്ന് മാത്രമല്ല, ചികിത്സിക്കേണ്ട ഒരു അവസരം ഉണ്ടായാൽ ചികിത്സിക്കാൻ പോലും ദുരഭിമാനത്തിൻ്റെ പേരിൽ തയ്യാറാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്കൂൾ തുറക്കുമ്പോൾ തന്നെ കുട്ടികൾക്ക് ലഹരി സമൂഹത്തിൽ ഉണ്ടാക്കുന്ന വിപത്തിനെ സംബന്ധിച്ചിടത്തോളം ആണോ ആദ്യം ഒരു ക്ലാസ് കൊടുക്കുന്നത്. SKN40 കേരള യാത്രയുടെ ഭാഗമായി അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയതിനെ മുഖ്യമന്ത്രിയും പ്രശംസിച്ചിരുന്നു. 24 തിരുവനന്തപുരം. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത മഴയിൽ വൻ കൃഷിനാശം. 218 കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്നാണ് പ്രാഥമിക കണക്ക്. 14,000 ഹെക്ടർ ഭൂമിയിലെ കൃഷി നശിച്ചെന്നും കൃഷിവകുപ്പ് കണ്ടെത്തി. കാലവർഷം ആരംഭിച്ചതിനു ശേഷം 8 ദിവസം മാത്രം പെയ്ത മഴയിൽ സംസ്ഥാനത്തുണ്ടായത് വൻ കൃഷിനാശം. പ്രാഥമിക കണക്കെടുപ്പിൽ മാത്രം 218 കോടി രൂപയുടെ നഷ്ടമുണ്ടായി. 14,000 ഹെക്ടർ ഭൂമിയിലെ കൃഷി നശിച്ചത് മൂലം 86,000 കർഷകർക്ക് ബുദ്ധിമുട്ടുണ്ടായി. വെള്ളം കയറിയ കൃഷിഭൂമി ഇതിലും കൂടുതലാണ്. വാഴകൃഷിയാണ് ഏറ്റവും അധികം മഴ ബാധിച്ചത്. വീശിയടിച്ച കാറ്റിൽ പലയിടത്തും വാഴകൾ നിലം പതിച്ചു. വെള്ളമിറങ്ങിയതിനു ശേഷം മാത്രമേ കൃഷിനാശത്തിന്റെ പൂർണ്ണമായ കണക്ക് ശേഖരിക്കാൻ കഴിയൂ. വെള്ളക്കെട്ടിറങ്ങിയാൽ മാത്രമേ നെൽകൃഷിയുടെ നഷ്ടം വിലയിരുത്താനാവൂ. പൂർണ്ണ കണക്ക് ശേഖരിച്ചാൽ നഷ്ടത്തിന്റെ വ്യാപ്തി ഇനിയും കൂടുമെന്നാണ് വിലയിരുത്തൽ. നിലവിൽ കൃഷിവകുപ്പിൽ രജിസ്റ്റർ ചെയ്ത കണക്കു മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. മഴ പൂർണ്ണമായും മാറിയതിനു ശേഷം കൃഷിവകുപ്പ് വിശദ പരിശോധന നടത്തും. നഷ്ടപരിഹാരം നൽകുന്നതിൽ പൂർണ്ണ കണക്ക് പുറത്തു വന്നതിനു
മഴയ്ക്ക് ശമനമായെങ്കിലും ആലപ്പുഴ ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് തുടരുകയാണ്. കുട്ടനാട് അടക്കമുള്ള പ്രദേശങ്ങളിലെ വെള്ളം ക്രമാതീതമായി ഒഴുകിയതും പുറംബണ്ട് നിർമ്മാണം വൈകുന്നതുമാണ് വെള്ളക്കെട്ട് രൂക്ഷമാക്കിയത്. പാടത്ത് കിടക്കേണ്ട വെള്ളം പാടത്ത് കിടന്നാൽ പോരെ. ഞങ്ങളുടെ പെരക്കകത്തോട്ട് ഞങ്ങളുടെ മുറ്റത്തോട്ട് എന്തിനാണ് കയറ്റുന്നത്? എല്ലാം നശിപ്പിച്ചിട്ട് പോകുന്നു. ബാത്റൂമിൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ്. എല്ലാ വർഷവും ഇത് തന്നെ. ബന്ധു വീട്ടിൽ പോയി നിൽക്കും. ബന്ധു വീടുകളിൽ അവരും ഒക്കെ ബുദ്ധിമുട്ടി ജീവിക്കുന്നവരാ. മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും വെള്ളക്കെട്ടിനെ തുടർന്ന് ദുരിതത്തിലായിരിക്കുകയാണ് ചുങ്കം പള്ളാത്തുരുത്തി. 2018 ഇതിന് സമാനമായാണ് വെള്ളം കയറിയിരിക്കുന്നത്. പാടശേഖരത്തിലെ വെള്ളം തടയുന്നതിന് ബണ്ട് നിർമ്മിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് നാട്ടുകാർ. MLAയ്ക്കും നഗരസഭയ്ക്കും നിരവധി തവണ പരാതി നൽകിയിട്ടും നടപടിയില്ലെന്നും ആക്ഷേപം. അധികാരികൾ പറഞ്ഞു മടുത്ത് ഇതുതന്നെ സംഭവിക്കുന്ന MLA, കൗൺസിലർ, MP എല്ലാവരെങ്കിലും പറഞ്ഞു ഞങ്ങൾ അനുഭവിക്കുന്നത് തന്നെ. തോട്ടപ്പള്ളി പൊഴിമുറിക്കൽ വൈകിയതോടെയാണ് നെടുമുടി, മങ്കൊമ്പ്, പൂപ്പള്ളി തുടങ്ങി കുട്ടനാട്ടെ പ്രദേശങ്ങൾ വെള്ളത്തിലായത്. പ്രദേശവാസികളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്കും ബന്ധുവീടുകളിലേക്കും മാറ്റിയിട്ടുണ്ട്. നിലവിൽ 714 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. വെള്ളമിറങ്ങിയാലും പകർച്ചവ്യാധി ഭീഷണി, ഇഴജന്തുക്കളുടെ ശല്യം എന്നീ ആശങ്കകളും പ്രദേശവാസികൾ പങ്കുവയ്ക്കുന്നു. മഴ മാറി മാനം തെളിഞ്ഞിട്ടും ആലപ്പുഴ അനുഭവിക്കുന്ന പ്രതിസന്ധിക്ക് അറുതിയില്ല എന്നതിന്റെ നേർസാക്ഷ്യമാണ് നമ്മൾ കണ്ടത്. പതിറ്റാണ്ടുകളായി ഉന്നയിക്കുന്ന പ്രശ്നത്തിന് ഇനിയെങ്കിലും പരിഹാരമുണ്ടാകണമെന്നുള്ള ആവശ്യമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. അധികൃതർ കണ്ണു തുറക്കണമെന്നും ഇവർ പറയുന്നു. ആലപ്പുഴയിൽ നിന്നും ക്യാമറാമാൻ ഷിബിൻ ബഷീറിനൊപ്പം YS അഭിനന്ദ്, 24. പത്തനംതിട്ട ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് നാളെ അവധി. കോട്ടയം ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കുട്ടനാട് താലൂക്കിലെയും പുറക്കാട് പഞ്ചായത്തിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധിയാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകളിലെ പ്രവേശനോത്സവം ക്യാമ്പ് അവസാനിക്കുന്നതിന്റെ അടുത്ത പ്രവൃത്തി ദിവസം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതി രൂക്ഷം. 24 മണിക്കൂറിനിടെ 6 സംസ്ഥാനങ്ങളിലായി 28 പേർ മരിച്ചു. 5000-ലേറെ വിനോദസഞ്ചാരികൾ കുടുങ്ങിക്കിടക്കുന്നു. അസമിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ബംഗാൾ ഉൾക്കടലിലുണ്ടായ ന്യൂനമർദ്ദത്തെ തുടർന്ന് പെയ്ത ശക്തമായ മഴ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ജനജീവിതത്തെ ഗുരുതരമായി ബാധിച്ചു. 6 സംസ്ഥാനങ്ങളിലുണ്ടായ മഴക്കെടുതിയിൽ 24 മണിക്കൂറിനിടെ 28 പേർ മരിച്ചു. അരുണാചൽ പ്രദേശിൽ 9 പേരും, മേഘാലയയിൽ 6 പേരും, അസമിലും മിസോറാമിലും 5 പേർ വീതവും, ത്രിപുരയിൽ 2ഉം നാഗാലാൻഡിൽ 1 മരിച്ചതായാണ് റിപ്പോർട്ട്. അരുണാചൽ പ്രദേശിലെ കിഴക്കൻ കെമാങ് ജില്ലയിൽ ദേശീയപാത 13ഉം, നാഗാലാൻഡിലെ ചുമൌകെഡിമ ജില്ലയിൽ ദേശീയപാത 29 മണ്ണിടിച്ചിലിൽ തകർന്നു. അസമിലെ ഭൂരിഭാഗം ജില്ലകളിലും വെള്ളം കയറി. സിൽച്ചറിൽ ഒരു ദിവസത്തിനിടെ 415.8 മില്ലിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയത്. ജമ്മു കശ്മീരിൽ 2 ദിവസമായി തുടരുന്ന മഴയിൽ സോജില പാസിലുണ്ടായ വൻ മഞ്ഞിടിച്ചിലിനെ തുടർന്ന് തന്ത്രപ്രധാനമായ ശ്രീനഗറിലെ ദേശീയപാത അടച്ചു. നിരവധി വാഹനങ്ങൾ പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുകയാണ്. 24 ഡൽഹി. കർണാടകയിൽ 15-കാരിയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കിയ കേസിൽ 5 പേർ അറസ്റ്റിൽ. പ്രതികളിൽ 2 പേർ പ്രായപൂർത്തിയാകാത്തവരാണ്. കഴിഞ്ഞ ഡിസംബറിൽ 2 തവണയാണ് കുട്ടി ലൈംഗിക അതിക്രമത്തിന് ഇരയായത്. വിവരങ്ങളുമായി മുഹമ്മദ് റഹീസ് ചേരുന്നുണ്ട്. റഹീസ്, വിവരങ്ങൾ എന്താണ് റഹീസ്? ഞെട്ടിക്കുന്ന സംഭവമാണ് കർണാടകയിലെ ബലഗാവിയിൽ നിന്ന് പുറത്തുവരുന്നത്. 15-കാരിയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കിയത് ആൺ സുഹൃത്തും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ചേർന്നിട്ടാണ് ഈ 15-കാരിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയിരിക്കുന്നത്. ഈ സംഭവം ഡിസംബറിലാണ് നടന്നതെന്നാണ് പോലീസ് പറയുന്നത്. ഡിസംബറിൽ 2 തവണ ഈ പെൺകുട്ടിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി എന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഇത് വീടിനോട് ചേർന്നിട്ടുള്ള വിജനമായ ഒരു പ്രദേശത്ത് വെച്ചിട്ടാണ് ഇവർ ഈ പെൺകുട്ടിയെ ക്രൂരമായി ഇത്തരത്തിൽ കൂട്ടബലാത്സംഗം ചെയ്തത്. അതായത് ഡിസംബറിൽ ആദ്യ തവണ ഈ പെൺകുട്ടിയും ഒപ്പം തന്നെ ആൺ സുഹൃത്തും നടന്നു പോകുന്നതിന്റെ ചില ദൃശ്യങ്ങളൊക്കെ ഇവരെടുക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെന്നാണ് ഈ പരാതിയിലുള്ളത്. അതിനുശേഷമാണ് ഈ ആൺ സുഹൃത്ത് 6 സുഹൃത്തുക്കൾക്കൊപ്പം കേസിൽ ആകെ 7 പ്രതികളെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അങ്ങനെ 5 പേരെ എന്തായാലും ഇപ്പോൾ കർണാടക പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരാൾ വിദേശത്തേക്ക് കടന്നു കളഞ്ഞു എന്നുള്ള വിവരമാണ് നൽകുന്നത്. ഈ പരാതി പെൺകുട്ടി നൽകുന്നത് ദിവസങ്ങൾക്ക് മുൻപ് മാത്രമാണ്. സംഭവം നടന്നിട്ടുള്ളത് ഡിസംബറിലാണ്. അതിനുശേഷം പിന്നീടും കുട്ടിയെ നിരവധി തവണ ഇവർ ഭീഷണിപ്പെടുത്തി. അങ്ങനെ ആ ഭീഷണി നിരന്തരമായതോടുകൂടിയാണ് കുട്ടി പരാതി നൽകിയിരിക്കുന്നത്. എന്തായാലും ഒരു പ്രതിയെ കൂടി പിടികൂടാനുണ്ട്. ബാക്കി 5 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇതിൽ 2 പേർ പ്രായപൂർത്തിയാകാത്തവരാണ്. TK.
കർണാടകയിൽ 15-കാരിയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കിയ കേസിൽ 5 പേർ അറസ്റ്റിലായിട്ടുണ്ട്. പ്രതികളിൽ 2 പേർ പ്രായപൂർത്തിയാകാത്തവരാണ്. ആൺസുഹൃത്തും ആൺസുഹൃത്തിന്റെ കൂട്ടുകാരുമാണ് ഈ കേസിൽപ്പെട്ടിരിക്കുന്നത്. വാർത്താമഴയിലേക്ക് വീണ്ടും. രാജ്യത്തെ കോവിഡ് കേസുകൾ 3500 കടന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ രാജ്യത്ത് 2 കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്തതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കേരളത്തിൽ 1400 പേരാണ് കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളത്. ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ അനുസരിച്ച് രാജ്യത്ത് നിലവിൽ 3758 കോവിഡ് കേസുകളുണ്ട്. കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത് കേരളത്തിൽ 1400 പേർ. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 64 കോവിഡ് കേസുകളാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തത്. മഹാരാഷ്ട്രയിൽ 485 പേർക്കും ഡൽഹിയിൽ 436, ഗുജറാത്തിൽ 320, ബംഗാളിൽ 287 പേരും നിലവിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിലാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ കേരളത്തിലും കർണാടകയിലും ഓരോ കോവിഡ് മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തു. കേരളത്തിൽ 24-കാരിയാണ് മരിച്ചത്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നുമാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ്. കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ആശുപത്രികളിലെ ചികിത്സാ സജ്ജീകരണങ്ങളും സംസ്ഥാനങ്ങളിലെ സാഹചര്യങ്ങളും വിലയിരുത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി. 24 ഡൽഹി. കൊല്ലത്ത് വെള്ളക്കെട്ടിൽ യുവാവിന്റെ മൃതദേഹം എന്ന വാർത്ത ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. മേലില സ്വദേശി രതീഷിനെയാണ് കാരാണി ഭാഗത്തെ ഏലായിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കാൽ വഴുതി വെള്ളത്തിൽ വീണ് മരിച്ചതാകാം എന്നാണ് പ്രാഥമിക നിഗമനം. സുജിത് സുരേന്ദ്രൻ വിവരങ്ങളുമായി കൊട്ടാരക്കരയിൽ നിന്ന് ചേരുന്നുണ്ട്. സുജിത്, എന്താണ് ലഭ്യമാകുന്ന വിവരങ്ങൾ? സുജിത്, സമയങ്ങൾക്ക് മുമ്പാണ് മേലില സ്വദേശിയായ രതീഷിനെ മേലില കാരാണി ഭാഗത്തെ ഏലായിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ രതീഷിന്റെ വീട്ടിലെ വളർത്തുമൃഗങ്ങൾക്കുള്ള പുല്ലു ശേഖരിക്കാൻ വേണ്ടിയാണ് രതീഷ് ഈ ഏലായിലേക്ക് എത്തിയത്. എന്നാൽ രാത്രി ഏറെ വൈകിട്ടും രതീഷിനെ കാണാതായതോടെ ബന്ധുക്കൾ എത്തി അന്വേഷിച്ചപ്പോഴാണ് ഇവിടെ ഈ വെള്ളക്കെട്ടിൽ കമഴ്ന്നു കിടക്കുന്ന നിലയിൽ കണ്ടത്. ഈ രതീഷ് ശാരീരികമായ അസ്വസ്ഥതകൾ ഉള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഈ കാൽ വഴുതി വെള്ളത്തിലേക്ക് വീണതാകും, അത്തരത്തിൽ മരണം സംഭവിച്ചതാകാം എന്നാണ് കരുതുന്നത്. എന്തായാലും മൃതദേഹം ഇപ്പോൾ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നാളെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാകും ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. റിജിത്ത്. സുജിത് സുരേന്ദ്രൻ കൊട്ടാരക്കരയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. നടൻ ഉണ്ണി മുകുന്ദന്റെ ആരോപണം നിഷേധിച്ച് പരാതിക്കാരനായ മുൻ മാനേജർ വിപിൻ കുമാർ, നടിമാർ തനിക്കെതിരെ പരാതി നൽകിയെന്ന ആരോപണം അസംബന്ധമാണെന്നും പരാതി സംബന്ധിച്ച് അമ്മയോ ഫെഫ്കയോ ഇതുവരെ വിശദീകരണം തേടിയിട്ടില്ല എന്നും വിപിൻ കുമാർ പറയുന്നു. മുൻകൂർ ജാമ്യം തീർപ്പാക്കിയതിനു പിന്നാലെ വാർത്താ സമ്മേളനം നടത്തി നടൻ ഉണ്ണി മുകുന്ദൻ ഉന്നയിച്ച ആരോപണങ്ങൾ പൂർണ്ണമായും നിഷേധിക്കുകയാണ് മുൻ മാനേജർ വിപിൻ കുമാർ. നടിമാർ തനിക്കെതിരെ പരാതി നൽകിയത് കെട്ടിച്ചമച്ചതാണ്. അത്തരം പരാതി തന്റെ അറിവിലില്ല. അമ്മയോ ഫെഫ്കയോ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം തേടിയിട്ടില്ലെന്നും വിപിൻ കുമാർ വ്യക്തമാക്കി. നടൻ ടൊവിനോയെ അനാവശ്യമായി വിവാദത്തിലേക്ക് വലിച്ചിഴക്കുകയാണ്. തന്റെ പരാതിയിൽ അതേക്കുറിച്ചുള്ള പരാമർശങ്ങളില്ല. നരിവേട്ട സിനിമയെ പ്രശംസിച്ചതാണ് മാനേജർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കാനുള്ള കാരണം. ഒടുവിലത്തെ ചിത്രം പരാജയപ്പെട്ടതിന്റെയും പുതിയ പ്രോജക്റ്റുകൾ ലഭിക്കാത്തതിന്റെയും മാനസിക നിരാശയെ തുടർന്ന് നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായതായി വിപിൻ കുമാർ വ്യക്തമാക്കി. നാളെ ഫെഫ്കയ്ക്ക് മുന്നിൽ വിശദീകരണം നൽകാനാണ് വിപിൻ കുമാറിന്റെ തീരുമാനം. അതിനിടെ മർദ്ദിച്ചെന്ന പരാതിയിൽ മുൻ മാനേജർക്കെതിരെ മാനനഷ്ട കേസ് നൽകാനാണ് ഉണ്ണി മുകുന്ദന്റെ നീക്കം. 24 കൊച്ചി. വാളയാറിൽ സഹോദരിമാരെ പീഡിപ്പിച്ച കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതി പീഡനക്കേസിൽ വീണ്ടും അറസ്റ്റിൽ. 5-ാം പ്രതി അരുൺ പ്രസാദാണ് 60-കാരിയെ വീട്ടിൽ അതിക്രമിച്ചു കയറി പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ പിടിയിലായത്. ഇയാളെ കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്തു. വാളയാർ പീഡനക്കേസിൽ ജുവനൈൽ കോടതിയിൽ 24-കാരനായ അരുൺ പ്രസാദിന്റെ വിചാരണ തുടരുകയാണ്. നിലവിൽ ജാമ്യത്തിലുള്ള പ്രതി വാളയാറിൽ തന്നെ ഒറ്റയ്ക്ക് താമസിക്കുന്ന 60-കാരിയെ വീട്ടിൽ അതിക്രമിച്ചു കയറി കടന്നു പിടിക്കുകയായിരുന്നു. ഇവർ ബഹളം വച്ചതോടെ ഇവിടെ നിന്ന് കടന്നു കളഞ്ഞു. വാളയാർ പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അരുൺ പ്രസാദിനെ ഇന്നലെ കസ്റ്റഡിയിലെടുത്തത്. ചോദ്യം ചെയ്യലുകൾക്ക് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. 24 പാലക്കാട്. ഗസയിൽ താൽക്കാലിക വെടിനിർത്തലിന് അമേരിക്കൻ പിന്തുണയുള്ള നിർദ്ദേശങ്ങളിൽ ഭേദഗതികൾ വേണമെന്ന് ഹമാസ്. ഭേദഗതി വേണമെന്ന ഹമാസ് ആവശ്യം അമേരിക്കയും ഇസ്രയേലും തള്ളി. റഫേലിലെ മാനുഷിക സഹായ കേന്ദ്രത്തിലെത്തിയ പലസ്തീൻകാർക്ക് നേരെ ഇസ്രയേൽ നടത്തിയ വെടിവെപ്പിൽ 30 പേർ കൊല്ലപ്പെട്ടു. ഗസയിലെ റഫേൽ അമേരിക്കൻ നേതൃത്വത്തിലുള്ള ഗസ ഹ്യൂമാനിറ്റേറിയൻ റിലീഫ് മാനുഷിക സഹായ വിതരണ കേന്ദ്രത്തിനടുത്ത്
ഇന്ന് ഇസ്രായേൽ സൈന്യം നടത്തിയ വെടിവെപ്പിൽ 30 പേർ കൊല്ലപ്പെട്ടു, 175 പേർക്ക് പരിക്കേറ്റു. ശാശ്വതമായ വെടിനിർത്തലും ഗസ മുനമ്പിൽ നിന്നും ഇസ്രായേലി സൈന്യത്തിന്റെ സമ്പൂർണ്ണ പിന്മാറ്റവും ആവശ്യപ്പെട്ട് ഹമാസ് മുന്നോട്ടുവച്ച നിർദ്ദേശങ്ങൾ അംഗീകരിക്കാനാകില്ലെന്ന് അമേരിക്ക വ്യക്തമാക്കിയതിനു പിന്നാലെയാണ് ഇസ്രായേലിന്റെ കൂട്ടക്കുരുതി. ഗസ നിവാസികൾക്ക് റഫ ഇടനാഴി വഴി നിയന്ത്രണമില്ലാതെയുള്ള യാത്രയും ചരക്കു നീക്കവും അനുവദിക്കുക, ഗസയിലെ വൈദ്യുതി, കുടിവെള്ളം എന്നിവ പുനഃസ്ഥാപിക്കുക, ആശുപത്രികൾ നന്നാക്കാനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകുക, വെടിനിർത്തൽ കരാർ നിലവിൽ വരുന്നതിന് പിന്നാലെ ഗസയിലെ ഇസ്രായേൽ സൈന്യത്തിന്റെ പിന്മാറ്റം എന്നിങ്ങനെയുള്ള ആവശ്യങ്ങളാണ് ഹമാസ് മുന്നോട്ടുവച്ചത്. അമേരിക്കയുടെ മേൽനോട്ടത്തിലുള്ള മാനുഷിക സഹായ കേന്ദ്രങ്ങൾ മരണക്കെണിയായി മാറുകയാണെന്ന് ഹമാസ് പ്രതികരിച്ചു. അതേസമയം ബന്ദി കൈമാറ്റ കാര്യത്തിൽ അനുകൂല സമീപനമാണ് ഹമാസിന്റേത്. 1200-ലധികം പലസ്തീനി തടവുകാരെ വിട്ടയക്കുന്നതിന് പകരം 10 ഇസ്രായേലി ബന്ദികളെ മോചിപ്പിക്കുമെന്ന് ഹമാസ് ഉറപ്പു നൽകി. മരിച്ച 18 ബന്ദികളുടെ മൃതദേഹങ്ങളും വിട്ടുനൽകും. എന്നാൽ ശാശ്വത വെടിനിർത്തലിനായുള്ള സംഭാഷണങ്ങൾക്കായി അമേരിക്ക മുന്നോട്ടുവച്ച 60 ദിവസത്തെ വെടിനിർത്തൽ ഹമാസ് അംഗീകരിക്കാൻ തയ്യാറാകണമെന്ന് US പ്രസിഡന്റ് ട്രംപിന്റെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ആവശ്യപ്പെട്ടു. ഇന്റർനാഷണൽ ഡെസ്ക് 24. റഷ്യൻ വ്യോമതാവളങ്ങളിൽ യുക്രൈൻ ആക്രമണം. ഒരേ സമയം 4 കേന്ദ്രങ്ങളിൽ ആക്രമണമുണ്ടായി. 40ഓളം യുദ്ധവിമാനങ്ങൾ തകർത്തു എന്നാണ് യുക്രൈന്റെ അവകാശവാദം. ആക്രമണം റഷ്യ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ അടിയന്തര യോഗം വിളിച്ചു. സൈബീരിയയിലെ ഇറ്റുക്സ് ഒബാസിലെ ബെലാലിയ വ്യോമതാവളത്തിൽ നടന്ന ഡ്രോൺ ആക്രമണത്തിന്റെയും വിമാനങ്ങൾ കത്തുന്നതിന്റെയും ദൃശ്യങ്ങൾ യുക്രൈൻ പുറത്തുവിട്ടു. നാളെ ഇസ്താംബുളിൽ 2ാം റൗണ്ട് സമാധാന ചർച്ചകൾ നടക്കാനിരിക്കെയാണ് യുക്രൈന്റെ കനത്ത ആക്രമണം. ഇന്നലെ യുക്രൈനെതിരെ റഷ്യ 472 ഡ്രോണുകളും 7 ബാലിസ്റ്റിക് മിസൈലുകളും തൊടുത്തിരുന്നു. ട്രക്കുകളിൽ നിന്നാണ് ഡ്രോണുകൾ തൊടുത്തത് എന്നാണ് വിവരം. ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബ് എന്ന പേരിലായിരുന്നു ആക്രമണം. വയനാട് പുൽപ്പള്ളി മുള്ളൻകൊല്ലിയിൽ വീണ്ടും പുലിയുടെ ആക്രമണം. പാടിച്ചിറയിൽ തോമസിന്റെ ആടുകളെയാണ് പുലി ആക്രമിച്ചത്. ഇതിനകം പ്രദേശത്തെ 4 ആടുകളെ പുലി കൊന്നിട്ടുണ്ട്. ഇതോടെ നാട്ടുകാർ ആശങ്കയിലാണ്. തോമസിന്റെ 2 ആടുകളെയാണ് ഇന്ന് പുലർച്ചെ പുലി ആക്രമിച്ചത്. കഴുത്തിന് ഗുരുതരമായ പരിക്കുണ്ട്. പുലിയാണെന്നൊന്നും ധാരണയില്ല. പിന്നെ രാവിലെ വർഷയിൽ വന്നപ്പോഴാണ് കാൽപ്പാടൊക്കെ നോക്കിയപ്പോൾ പുലിയാണ്. ആൾക്കാർ ആഴത്തിൽ പല്ല് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി അത് എത്ര ചികിത്സയാലും രക്ഷപ്പെടുകയാണ് ഡോക്ടർ പറഞ്ഞു പോയത്. വനം വകുപ്പ് പുലി സാന്നിധ്യം സ്ഥിരീകരിച്ചു. പ്രദേശത്ത് കൂട് വയ്ക്കും. ഈ ഭാഗത്ത് കൂടുതൽ ക്യാമറകൾ സ്ഥാപിച്ച് നിരീക്ഷണം ശക്തമാക്കുന്നുണ്ട്. ഒപ്പം ഇന്ന് ഉച്ച കഴിഞ്ഞ് ഒരു പുതിയ കൂട് ഇവിടെ സ്ഥാപിച്ച് പുലിയെ പിടികൂടാനുള്ള എല്ലാ നടപടികളും വനം വകുപ്പ് സ്വീകരിച്ചു വരുന്നുണ്ട്. നേരത്തെ പുലി ആടുകളെ കൊന്ന പ്രദേശത്തു നിന്ന് 2 കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ മേഖല. പനച്ചുമറ്റത്തിൽ ജോയ് എന്നയാളുടെ 3 ആടുകളെയും തേവർക്കാട്ടുകുന്നേൽ ജോയിയുടെ 1 ആടിനെയും പുലി ആക്രമിച്ച് കൊന്നിരുന്നു. തോട്ടങ്ങളും വനവും ഉൾപ്പെടുന്ന പ്രദേശമാണിത്. കൂടുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും പുലി കുടുങ്ങാത്തത് പ്രതിസന്ധിയായിരിക്കുകയാണ്. ക്ഷീരകർഷകർ അടക്കമുള്ളവരുടെ ആശങ്ക ഏറുന്നുണ്ട്. 24 വയനാട്. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ പൂർത്തിയാവുകയാണ്.